കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലെ ലോകായുക്ത ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ. വിദ്യാർത്ഥിക്ക് ശരാശരി മാർക്ക് നൽകണമെന്ന ഉത്തരവിനാണ് സ്റ്റേ. സർവകലാശാലയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലെ ലോകായുക്ത ഉത്തരവിനാണല്ലോ ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ നേരത്തെ വിദ്യാർത്ഥിയായിട്ടുള്ള അഞ്ജന പ്രദീപിന് ശരാശരി മാർക്ക് നൽകണമെന്ന് ലോകായുക്ത ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ലോകായുക്ത ഉത്തരവ് ഇട്ടത്. ഇതിനാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. ലോകായുക്ത ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും അത് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാല തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയായിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ലോകായുക്ത ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. നേരത്തെ ലോകായുക്ത ഈ ഒരു ശരാശരി മാർക്ക് നൽകണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച സമയത്ത് ചില വിമർശനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു സർവകലാശാലയ്ക്ക് നേരെ. അതായത് പുനഃപരീക്ഷ എഴുതാൻ സാധിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് വീണ്ടും പുതിയ പരീക്ഷ നിശ്ചയിക്കാൻ സാധിക്കുമെന്നുള്ള സർവകലാശാലയുടെ വാദം അത് ശരിയല്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ലോകായുക്ത സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഉത്തരക്കടലാസ് കാണാതായി പോയ സംഭവത്തിൽ ആ വിദ്യാർത്ഥിക്ക് ശരാശരി മാർക്ക് നൽകാനായിട്ടുള്ള ലോകായുക്തയുടെ തീരുമാനം. നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർവകലാശാലയുടെ ഹർജിയിൽ ഇടപെട്ടുകൊണ്ടാണ് ലോകായുക്തയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിനോദ്, കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിലെ ലോകായുക്ത ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ശരാശരി മാർക്ക് നൽകണമെന്ന ലോകായുക്ത ഉത്തരവിനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.